നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ പലർക്കും സാധിക്കണം എന്നില്ല. ഈശ്വര നിശ്ചയത്താൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ തൊടുകുറി ഗണിതത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പരാമർശിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും മുൻകൂട്ടി അറിയുവാൻ സാധിക്കും. അത്തരത്തിൽ തൊടുകുറി ഗണിതത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി സംഭവിക്കാൻ പോകുന്ന, അതും ഉടനെ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 വെറ്റിലയുടെ ചിത്രമാണ്. അതിലാദ്യത്തെ വെറ്റില ഒരു വെറ്റിലയാണ് എങ്കിൽ രണ്ടാമത്തേതായ ചിത്രം വെറ്റിലയും അടക്കയും അതോടൊപ്പം 1 രൂപ നാണയം കൂടിയുണ്ട്. ഈ 2 വിശേഷപ്പെട്ടതായ വെറ്റിലകളിൽ ഒരു വെറ്റിലയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വെറ്റില. അതിനാൽ വെറ്റിലയുമായി ബന്ധപ്പെട്ട് ശുഭകാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും. അതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ അറിയാം. ഇതൊരു ദൈവിക സന്ദേശം തന്നെയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ ഈ സമയം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. ആ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി അറിയാം. ഏവരും ഈ സമയം ചെയ്യേണ്ടത് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ആ വിഷമതകൾക്ക് ഒരു പരിഹാരമുണ്ടാകണം എന്നും അവസരങ്ങൾ കൃത്യമായി കടന്നു വരണം എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ 2 ചിത്രം തിരഞ്ഞെടുക്കണം. ആദ്യം കണ്ണുകളടച്ച് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി കണ്ണുകൾ തുറന്ന് ഈ 2 വെറ്റിലകളിൽ ഏത് വെറ്റിലയാണ് നിങ്ങൾക്ക് കൂടുതൽ ആകർഷകമായി തോന്നിയത്, അല്ലെങ്കിൽ ആദ്യം കണ്ണ് ഉടക്കിയത് എങ്കിൽ ആ വെറ്റില തന്നെ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു വെറ്റില തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ടുള്ളതായ ആ ദേവതയുടെ നാമം കമന്റായി രേഖപ്പെടുത്തൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉടനെ നടക്കേണ്ടതായ ഒരു ആഗ്രഹം, അത് നടക്കണം എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകേണ്ട വിഷമമാണ് എങ്കിലും ഒഴിഞ്ഞു പോകണം എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ പോസിറ്റീവായ ഊർജം നൽകുന്നതായ ഈ വീഡിയോയിലൂടെ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരും. അപ്പോൾ ആദ്യത്തെ അല്ലെങ്കിൽ തൊടുകുറി ഗണിതപ്രകാരമുള്ള ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അപ്പോൾ വെറ്റില തിരഞ്ഞെടുത്തവരുടെ തൊടുകുറി ഗണിതപ്രകാരമുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ആദ്യമേ പരാമർശിക്കാൻ പോകുന്നത് നിങ്ങളുടെ നിലവിലെ ജീവിത സാഹചര്യം തന്നെയാണ്. അത് എപ്രകാരമാണ് എന്ന് നോക്കുകയാണ് എങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുവാൻ വേണ്ടി ജനിച്ച വ്യക്തികളാണ് എന്ന് തോന്നും. മറ്റുള്ളവരെ വളരെയധികം സ്നേഹിക്കുകയും വളരെ ബഹുമാനിക്കുകയും ആരോടും ഒരു വഴക്കിനോ എതിർപ്പിനോ നിൽക്കാതെ സമാധാനത്തോടെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ബഹളത്തിനോ വാക്കേറ്റത്തിനോ പോകുന്നത് പൊതുവിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് വഴക്ക് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാറേയില്ല എന്നല്ല. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കുറവായിരിക്കും എന്നതാണ് വാസ്തവം. അതിന് വളരെയധികം താല്പര്യപ്പെടാത്തവരാണ്, ഒഴിഞ്ഞു പോകുന്ന വ്യക്തികളാണ് എന്ന് പറയാം. അതായത് അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടേണ്ടതില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നവരാണ് എന്ന് പറയാം. എന്നാൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും നടന്നു കിട്ടണം എന്ന് കാണുന്നു. അത് വളരെയധികം കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടിയാലേ അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കൂ.
അത്തരമൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. അത്തരത്തിൽ പല കാര്യങ്ങളും മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നവരാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ക്ഷമ നിങ്ങളുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നഷ്ടപ്പെടുകയും അത് നിങ്ങൾക്ക് പല അബദ്ധങ്ങൾക്കും കാരണമായി തീർന്നിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങൾ മനസ്സിൽ പോലും ചെയ്യാത്തതായ ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും പല വിധത്തിലും തെറ്റിദ്ധാരണകൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി സമൂഹവുമായി ബന്ധപ്പെട്ട് പോലുമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ പങ്കാളിയുമായി ബന്ധപ്പെട്ടോ സഹോദരങ്ങളോ ബന്ധുക്കൾക്കിടയിലോ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അവരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു സ്വീകാര്യത ലഭിച്ചിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ പണ്ടുണ്ടായിരുന്ന അത്രയും സ്വീകാര്യതയോ സ്നേഹമോ ആത്മബന്ധമോ പലരും നിങ്ങളോട് പുലർത്തുന്നില്ല എന്നൊരു സംശയം നിങ്ങളിൽ ഇപ്പോഴും ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അത് നിങ്ങളുടെ അനുഭവത്തിൽ കാണുന്നതായ കാര്യങ്ങളാണ്. പല കാര്യങ്ങളിലും തെറ്റിദ്ധാരണകളുമായി ബന്ധപ്പെട്ട് പോലും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവരാണ്. അത് നിങ്ങൾ മനസ്സിൽ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ബന്ധങ്ങളാകാം, സുഹൃത്ത് ബന്ധങ്ങളോ മറ്റു ബന്ധങ്ങളോ ആകാം. അത് തെറ്റിദ്ധാരണയാൽ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു വിഷമം നിങ്ങൾക്കുള്ളവർ തന്നെയാണ്. ഈ പരാമർശിച്ചിട്ടുള്ളതായ കാര്യം അത് നിങ്ങളിൽ നിന്നും പൂർണ്ണമായോ അല്ലെങ്കിൽ താൽക്കാലികമായോ നഷ്ടപ്പെട്ടതായ കാര്യങ്ങളുമാകാം. ആ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ ഈശ്വരന് അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യം ഇഷ്ടദേവതയ്ക്ക് നൽകുന്നവരാണ്. അതിനാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിക്ക് എതിരായി ഒന്നും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ദോഷമായി പ്രവർത്തിക്കാറില്ല എന്നതും വാസ്തവമാണ്. എന്നാൽ പലപ്പോഴും നിങ്ങൾ കുറ്റക്കാരനായി മാറുന്നു. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പലരും മനസ്സിലാക്കുന്നില്ല. ആ മനസ്സിലെ സത്യസന്ധത, നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം പുലർത്തുന്ന സത്യസന്ധമായ ആ ഒരു മനോഭാവം പലരും മനസ്സിലാകാതെ നിങ്ങളെ പല രീതിയിലും വിഷമിപ്പിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ അവരിൽ ചിലരെങ്കിലും തിരിച്ചു വരണം എന്ന നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാം. നിങ്ങൾക്ക് ഈ സമയം ചിലർ ക്ഷമ ചോദിച്ച് നിങ്ങളിലേക്ക് കടന്നു വരുന്ന സമയം ഉണ്ടായി എന്ന് വരാം. പല കാര്യങ്ങളിലും ഒരു ധാരണാപിശക് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വിഷമകരമായ ഒരു സാഹചര്യം തന്നെയാണ്. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ആരോടും ഒരു വഴക്കിനും ഒരു പിണക്കത്തിനും പോകാൻ ഇഷ്ടപ്പെടാത്ത നിങ്ങൾക്ക് ആ കാര്യങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കണം എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു സ്വഭാവ പ്രത്യേകതകളാണ് നിങ്ങൾക്കുള്ളത് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പല ബലഹീനതകളും ജീവിതത്തിൽ ഉള്ളവരാണ്. അത് സുഹൃത്തുക്കൾക്കും ഒപ്പം ജോലി ചെയ്യുന്നവർക്കും കുടുംബാംഗങ്ങൾക്കും മനസ്സിലായിട്ടുള്ളതാണ്. എന്നാൽ പലരും അത് മുതലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് അന്ന് മനസ്സിലായിരുന്നില്ല. കാലക്രമേണ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും അത് നിങ്ങൾക്ക് വ്യക്തമാവുകയും ചെയ്ത സാഹചര്യമുണ്ട്. പലപ്പോഴും പണമായിട്ടും അല്ലെങ്കിൽ മറ്റ് താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അല്ലെങ്കിൽ വേണ്ട വസ്തുക്കൾ സാധനങ്ങളുമായി ബന്ധപ്പെട്ടും അവർ പലരും തന്ത്രപരമായി നിങ്ങളിൽ നിന്നും വാങ്ങിയെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. എല്ലാവരെയും വിശ്വസിക്കുന്ന നിഷ്കളങ്കരായിട്ടുള്ള സ്വഭാവമുള്ള നിങ്ങളെ പലരും പല രീതിയിലും ഉപയോഗിച്ചിരിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഒരു സംശയവും ഇല്ലാത്തതിനാൽ തന്നെ ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയിരിക്കുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട്. ഇങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ്. അതിനാൽ നിങ്ങൾക്ക് പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ
ഈ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ വരും ദിവസങ്ങളിലോ മാസങ്ങളിലോ നിങ്ങൾക്ക് തിരികെ നേടിയെടുക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ അതിലും മുകളിലായ കാര്യങ്ങൾ പലതും നേടിയെടുക്കാം എന്ന ശുഭാപ്തി വിശ്വാസം നിങ്ങളിൽ ഉണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങളിൽ നിലകൊള്ളുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അവസരങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ കൃത്യമായ സ്ഥലങ്ങളിൽ എത്തുകയും നേട്ടങ്ങൾ, ഉയർച്ചയ്ക്കുള്ള അവസരങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കൂ എന്നത് വാസ്തവമാണ്. അതിനാൽ അതിൻ്റെ ഒരു പോരായ്മ നിങ്ങളിൽ പലപ്പോഴും പ്രകടമായിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഇനി തൊടുകുറി ശാസ്ത്രപ്രകാരം നിങ്ങളുടെ നിലവിലെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം, മനസ്സിൽ ഉടനെ നടക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അനിവാര്യമായ ഒരു കാര്യം, അത് നടക്കുമോ ഇല്ലയോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട് എങ്കിൽ അത് നടക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്നതാണ് വാസ്തവം. എന്നാൽ മുൻപ് നിങ്ങളിൽ നിന്നും നഷ്ടമായിട്ടുള്ള ക്ഷമ അത് അനിവാര്യമാണ്. 30 ദിവസം മുതൽ 38 ദിവസങ്ങൾക്കുള്ളിൽ അത്തരം ചില കാര്യങ്ങൾ, അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം, അവസരങ്ങളായി കടന്നു വരാം എന്ന് കാണുന്നു. കൂടിപ്പോയാൽ ഒരു 45-50 ദിവസങ്ങൾ വരെ എടുക്കാവുന്നതുമാണ്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ഇടപെടലുകൾ അത് കൃത്യമായിരിക്കണം. നിങ്ങളുടെ ശ്രമങ്ങൾ അത് കൃത്യതയോടെ മുന്നോട്ട് പോകണം. നിങ്ങളെ തീർച്ചയായും ഈ 45 ദിവസം 50 ദിവസത്തിനുള്ളിൽ ഈ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കൂടുതലായും കൈവരിക്കുവാൻ സാധിക്കും. അതിനാൽ പൂർണ്ണമായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ സമയത്തിനുള്ളിൽ ലഭിച്ചില്ല എങ്കിൽ പോലും അത് ലക്ഷ്യത്തിലേക്കുള്ള പാതയ്ക്ക് തടസ്സമാകരുത് എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ സാധിച്ചു എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഈ സമയം നിങ്ങളിലേക്ക് സംതൃപ്തി കടന്നു വരും. ഈശ്വര കാരുണ്യം, ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായതിനാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായും ഭഗവാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി, അനുഗ്രഹം ചൊരിയുന്നു. ഇവിടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങൾക്കും വിഷമകരമായ സാഹചര്യങ്ങൾക്കും ഒരു പരിഹാരം കടന്നു വരും. രണ്ടാമത്തെ ചിത്രമായ വെറ്റില, അടയ്ക്ക, നാണയമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പ്രതിസന്ധികൾ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ബാധിക്കും. അതിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് എപ്രകാരം പരിഹരിക്കുന്നു, അത് തരണം ചെയ്യുന്നു, നേരിടുന്നു എന്നത് ഒരു വ്യക്തിയുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ഇവർ തീർത്തും വ്യത്യസ്തർ തന്നെയാണ്. കാരണം രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രതികൂലമായ സാഹചര്യമാണ് എങ്കിലും അതിൽ പിടിച്ചു നിൽക്കുവാൻ പ്രത്യേകമായ കഴിവുള്ളവരാണ് എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ മനസ്സ് അത്തരത്തിൽ വളരെ വ്യത്യസ്തം തന്നെയാണ്. നിങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് തൊടുകുറി ഗണിതപ്രകാരം നോക്കുമ്പോൾ അതിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും എന്നാൽ എപ്പോഴും ഓർക്കുമ്പോൾ വളരെയധികം വേദന ജനിപ്പിക്കുന്നതുമായ പല പ്രശ്നങ്ങളും ജീവിതത്തിലുണ്ട് എന്നത് തന്നെയാണ്. പല കാര്യങ്ങളും പുറമെ കാണിക്കാതെ തന്നെ അത് നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലാണ് മറ്റുള്ളവരോട് നിങ്ങൾ ഇടപെടലുകൾ നടത്തുന്നത് എന്നതാണ് വാസ്തവം. പലപ്പോഴും ഉള്ളിൽ ചിരിക്കുന്നതായ വ്യക്തികളല്ല നിങ്ങൾ, കാരണം അത്രമേൽ വിഷമങ്ങളുണ്ട്. അതിനാൽ പുറമേ ചിരിച്ചുകൊണ്ട് ഇടപെടുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ വാക്കുകൾ പലപ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന വാക്കുകളിൽ, നോട്ടത്തിൽ അല്ലെങ്കിൽ പ്രവൃത്തികളിൽ പലരും സംശയിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് നിങ്ങളെ പലരെയുമായി ശത്രുതയിലാക്കിയിരിക്കുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ ശത്രുതാ മനോഭാവം വച്ച് പുലർത്തുവാൻ താല്പര്യപ്പെടാത്ത നിങ്ങൾ പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ച്
മുന്നോട്ട് പോകുന്നവരാണ് എന്ന് പറയാം. അവർക്ക് കൂടി ഒരു നല്ല ഭാവി ഉണ്ടാകണമെങ്കിൽ, ശുഭസമയം വരണമെങ്കിൽ വന്നോട്ടെ എന്ന രീതിയിൽ പല കാര്യങ്ങളും കണ്ടില്ല എന്ന് നടിച്ച് ചിലതിൽ ക്ഷമിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. അത്തരത്തിലുള്ള മനസ്സിന് ഉടമകൾ തന്നെയാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പല വിധത്തിലും അവസരങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുവാനുള്ള, അല്ലെങ്കിൽ ഒരു ഉയർച്ച, വളരെയധികം നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ കടന്നു വന്നു എങ്കിൽ പോലും പലരോടുമുള്ള ഒരു ദയയാലും, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ഒരു വാത്സല്യത്താലോ, അല്ലെങ്കിൽ കടമയുമായി ബന്ധപ്പെട്ട് പോലും നിങ്ങൾ പല അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. തൊടുകുറി ഗണിതപ്രകാരം നോക്കുമ്പോൾ ദേഷ്യം നിങ്ങൾക്ക് ഒരു പ്രശ്നം തന്നെയാണ്. ദേഷ്യം പെട്ടെന്നോ അല്ലെങ്കിൽ പല സമയങ്ങളിലോ കടന്നു വരുന്നത് നിങ്ങൾക്ക് അത് ദോഷകരം തന്നെയാണ്. എന്നാൽ ആ സമയങ്ങളിൽ വൈരാഗ്യം തോന്നും എങ്കിലും പിന്നീട് അത് മുന്നോട്ട് വച്ച് പുലർത്തി അത്തരത്തിലൊരു മനസ്സോടെ കാണുന്ന വ്യക്തികളല്ല നിങ്ങൾ. അത് അപ്പോഴേ മനസ്സിൽ നിന്നും വിടുന്നവരായി തന്നെ പരാമർശിക്കാം. പലരെയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായി സ്നേഹിച്ച പല വ്യക്തികളും നിങ്ങളെ ചതിച്ചിരിക്കുന്നതായ അവസ്ഥയോ, അല്ലെങ്കിൽ അവരിൽ നിന്നും തിരികെ സ്നേഹം, നിങ്ങൾക്ക് അർഹമായതും നിങ്ങൾക്ക് ലഭിക്കേണ്ടതുമായ സ്നേഹം തിരികെ ലഭിക്കുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടതായ സാഹചര്യമില്ല എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ കുടികൊള്ളുന്നു എന്നത് വാസ്തവം തന്നെയാണ്. വ്യക്തമായി പറയുവാൻ സാധിക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ തന്നെയാണ് കടന്നു വന്നിട്ടുള്ളത് എന്ന് കാണുന്നു. ഈ സമയം പ്രണയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഗൃഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾ, അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങൾ, തൊഴിൽപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലും നിങ്ങൾക്ക് ഇത്തരമൊരു പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സാമ്യമുള്ള കാര്യം പറയുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഒരു പടി കൂടി കടന്നായിരിക്കും പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഇത് കൃത്യമായി ഉറപ്പിച്ച്, അല്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കാത്തതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ദൈവിക സാന്നിധ്യം, ദൈവികമായ അനുഗ്രഹങ്ങൾ പോലും നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ്. ഇത്തരത്തിൽ നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്ന ഒരു തടസ്സം നിങ്ങൾക്ക് അകന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. നിങ്ങൾ പലപ്പോഴും മനസ്സിൽ, അല്ലെങ്കിൽ ഈശ്വരന് മുൻപിൽ ആവർത്തിച്ച് ചോദിക്കുന്നതായ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ നടന്നു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും എന്ന് തൊടുകുറി ഗണിതപ്രകാരം കാണുവാൻ സാധിക്കുന്നു. അത്തരമൊരു സാധ്യത ഒരു 90% കാണുവാനായി സാധിക്കുന്നു. തീർച്ചയായും പരിശ്രമങ്ങളിലൂടെ നിങ്ങൾക്ക് ഫലങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ആ സമയത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നത് എന്ന് കാണുന്നു. ഒരു സമയം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു സമയം, അല്ലെങ്കിൽ ഒരു കാലയളവിനുള്ളിൽ പല കാര്യങ്ങളും നടന്ന് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടില്ല. തീർച്ചയായും വരുന്ന ദിവസങ്ങൾ, വരുന്ന മാസങ്ങളിൽ തന്നെ അത്തരം ചില കാര്യങ്ങൾ നടന്നു കിട്ടും. പ്രധാനമായും 2 മുതൽ 2.5 മാസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ കാണുന്നതായ പല കാര്യങ്ങളിലും ഇരട്ടിയായി നേട്ടങ്ങൾ കടന്നു വരാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ചില പ്രതിസന്ധിപൂർണമായ ചില കാര്യങ്ങളെ തരണം ചെയ്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. മുൻപ് അതിന് സാധിച്ചിരുന്നില്ല എങ്കിൽ ഇപ്പോൾ അതിന് സാധിക്കുന്ന
സാഹചര്യം തന്നെയാണ് നിങ്ങൾക്ക് ഉള്ളത് എന്ന് കാണുന്നു. ചില കാര്യങ്ങളിൽ ചില വ്യക്തികളുടെ വാക്കുകൾ വിശ്വസിച്ചത് മൂലം അബദ്ധങ്ങൾ പിണഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. ചിലരുടെ വാക്കുകൾ വിശ്വസിച്ചതിനാൽ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിൽ വിശ്വാസ്യതയാൽ മുന്നോട്ട് പോയിരുന്ന നിങ്ങൾക്ക് അബദ്ധങ്ങൾ പിണഞ്ഞു എന്നത് വാസ്തവമാണ്. ഇനി അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് കൂടുതൽ ചിന്തിക്കാനും ചില സൂചനകൾ നിങ്ങളിലേക്ക് കടന്നു വരാനും സാധിക്കും. അപ്പോൾ ശ്രദ്ധയോടെ തന്നെ ഈ കാര്യങ്ങൾ വീക്ഷിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ രണ്ടാമത്തെ ചിത്രമായ വെറ്റിലയും അടയ്ക്കയും നാണയവും തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു.